വളരെ ആസൂത്രിതമായ നീക്കത്തിലൂടെയാണ് അന്വേഷണ സംഘം രാഹുൽ മാങ്കുട്ടത്തിലിനെ പിടികൂടിയത്. രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്ന ആ ദൃശ്യങ്ങളിലേക്ക് പോകുകയാണ്. ഇനി ആ ദൃശ്യങ്ങളൊന്ന് കാണാം. കയ്യിൽ പിടിക്കും. ഡ്രസ് എന്തെങ്കിലും എടുക്കേണ്ടി. രാഹുലിനെ അന്വേഷണ സംഘം പിടികൂടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. സച്ചിൻ വള്ളിക്കാടിലേക്ക് പോകാം. വിവരങ്ങൾ ശേഖരിക്കാനായി സച്ചിൻ, ഇതിനു മുൻപ് വന്ന 2 പരാതിയിലും രാഹുൽ മാങ്കുട്ടത്തിൽ സ്വീകരിച്ച നിലപാടുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 3ാം പരാതി പക്ഷേ ആരും അറിയാതെ, മാധ്യമങ്ങൾ ഉൾപ്പെടെ ആരും അറിയാതെ, പൊതുസമൂഹം ചർച്ച ചെയ്യാതെ അന്വേഷണ സംഘം കൃത്യമായ ഇടപെടൽ നടത്തി കൃത്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷം രാഹുലിലേക്ക് എത്തുന്നു. രാഹുൽ താമസിച്ച പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നും, ആ മുറിയിൽ നിന്നും, 2002 നമ്പർ മുറിയാണ്, ആ മുറിയിൽ നിന്നും രാഹുലിനെ അന്വേഷണ സംഘം കൂട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, അല്ലേ? തീർച്ചയായും മസ്ജിദ, അത് തന്നെയാണ്. കാരണം ഇന്ന് പുലർച്ചയോടുകൂടെ രാഹുൽ മാങ്കുട്ടത്തിലിനെ പാലക്കാട് KPM റീജൻസി ഹോട്ടലിൽ നിന്നും കസ്റ്റഡിയിൽ എടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതാണ് കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും രാഹുൽ മാങ്കുട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് ഷൊർണൂർ DYSP മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘം രാഹുലിന്റെ വാതിലിനെ മുട്ടുന്നു. അല്പസമയം രാഹുൽ വാതിൽ തുറക്കാതെ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതിനുശേഷമാണ് രാഹുൽ മാങ്കുട്ടത്തിൽ വാതിൽ തുറക്കുന്നത്. അപ്പോൾ തന്നെ ഏത് കേസിലാണ് തന്നെ കസ്റ്റഡിയിലെടുക്കാൻ വന്നത് എന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അന്വേഷണ സംഘത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന രാഹുലിനെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. തുടർന്ന് പെട്ടെന്ന് തന്നെ അന്വേഷണ സംഘം, അതായത് ഉള്ളിലേക്ക് കയറി അഭിഭാഷകനുമായി സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുമ്പോൾ ആ ഫോൺ അടക്കം കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. രാഹുലിന്റെ 2 ഫോണുകളാണ് രാഹുലിന്റെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് സച്ചിൻ. നമ്മൾ മനസ്സിലാക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വിശദാംശം, ഇങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നതുപോലും രാഹുൽ മാങ്കുട്ടത്തിലിന് അറിയില്ലായിരുന്നു. രാഹുൽ മാങ്കുട്ടത്തിൽ സാധാരണ നിലയിലാണ് പാലക്കാട് മണ്ഡലത്തിലെത്തുകയും ആ ഹോട്ടൽ മുറിയിലെ റൂമിൽ വന്ന് താമസിക്കുകയും ചെയ്തത്. പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് മുട്ടുമ്പോൾ ഇങ്ങനെയൊരു സംഭവമുണ്ട്, അറസ്റ്റാണ് അല്ലെങ്കിൽ കസ്റ്റഡിയാണെന്ന് പറയുമ്പോൾ ഏത് കേസ് എന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട്. കേസ് ഏതാണെന്ന് അന്വേഷണ സംഘം പറയുമ്പോൾ ആ പരാതിയുമായി ബന്ധപ്പെട്ട ഒരു ഒബ്ജക്ഷനും രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന MLAക്ക് ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് ആ സംഭവം നടന്നതാണ് എന്നതിനപ്പുറത്തേക്ക് ഇതിൽ കൂടുതൽ മറ്റൊരു തെളിവും വേണ്ട എന്നതുകൂടിയുണ്ട്. തീർച്ചയായും മസ്ജിദ, അത് തന്നെയാണ്. കാരണം രാഹുൽ ആദ്യഘട്ടത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട് ഏത് കേസാണെന്ന്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം കഴിഞ്ഞ 8-ാം തീയതിയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ DGPക്കും എല്ലാം ഇമെയിൽ സന്ദേശം വഴി യുവതി പരാതി നൽകുന്നത്. അതിനാൽ തന്നെ ആ പരാതിയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി നടന്ന അന്വേഷണത്തെക്കുറിച്ചൊന്നും രാഹുലിന് യാതൊരുവിധ സൂചനകളും ഇല്ലായിരുന്നു. അത്തരത്തിൽ വല്ല സൂചനകളും രാഹുലിന് ലഭിച്ചിരുന്നെങ്കിൽ വീണ്ടും രാഹുൽ ഒളിവിലേക്ക് പോകുമായിരുന്നു. എന്നാൽ അത്തരത്തിൽ കൃത്യമായ പഴുതടച്ച രീതിയിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ അതീവ രഹസ്യമായി തന്നെ പാലക്കാട്ടേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നതും രാഹുലിനെ നിരീക്ഷിക്കുന്നതും. തുടർന്ന് രാഹുൽ മാത്രം, അതായത് രാഹുലിന്റെ ഓഫീസിലെ ജീവനക്കാരടക്കം രാഹുലിനൊപ്പം ഈ മുറിയിൽ 2002 എന്ന KPM റീജൻസിയിലെ മുറിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം 12 മണിയോടുകൂടിയാണ് അവർ പുറത്തേക്ക് പോകുന്നത്. അതിനുശേഷമാണ് അന്വേഷണ സംഘം രാഹുലിന്റെ മുറിയിലേക്ക് എത്തുന്നതും. മുറിയിലെത്തി അല്പസമയം കഥക് തട്ടിയതിനു ശേഷം അല്പസമയം കഴിഞ്ഞാണ് രാഹുൽ തുറക്കുന്നത്. അപ്പോഴാണ് രാഹുൽ ഏത് കേസ് എന്ന് DYSP മുരളീധരനോട് ചോദിക്കുന്നത്. അതിനുശേഷം ഉടൻ തന്നെ രാഹുൽ അഭിഭാഷകനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കടക്കുന്നു. അപ്പോൾ തന്നെ രാഹുലിന്റെ ഫോൺ അടക്കം കസ്റ്റഡിയിൽ എടുക്കുകയാണ്. പിന്നീടാണ് രാഹുലിനെ നേരെ പാലക്കാട് നിന്നും പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുന്നത്. അത്തരത്തിൽ പഴുതടച്ച ഒരു അന്വേഷണം തന്നെയാണ് നടന്നിട്ടുള്ളത്. അതീവ രഹസ്യമായി നടന്ന അന്വേഷണത്തിലാണ് പീഡനവീരനായ രാഹുൽ മാങ്കുട്ടത്തിൽ ഒടുവിൽ പോലീസിന്റെ പിടിയിലാവുന്നതും അഴിക്കുള്ളിലാവുന്നതും മനസ്സിലാവും.
ശരി സച്ചിൻ, ദയവായി തുടരുക. ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാഹുൽ മാങ്കുടത്തിലിനെ 2002 നമ്പർ മുറിയിൽ നിന്നും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങളാണ്. ഏത് കേസ് എന്നത് മാത്രമാണ് രാഹുൽ ചോദിക്കുന്നത്. അന്വേഷണ സംഘം മറുപടി പറയുമ്പോൾ രാഹുൽ ഒരു പരാതിയും കൂടാതെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് പോകുന്നു. സച്ചിൻ, ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വീകരിച്ച നിലപാട്, അവരുടെ പഴുതടച്ചുള്ള നീക്കങ്ങളെ കുറിച്ചുകൂടി പറയാതിരിക്കുക വയ്യ സച്ചിൻ. ഇതിനു മുൻപ് 2 പരാതികൾ വന്നപ്പോൾ രാഹുൽ മാങ്കുടത്തിൽ ഒളിവിൽ പോകുന്ന സാഹചര്യം, ദീർഘനാൾ ഒരു MLA ആയിരിക്കെ ദീർഘനാൾ അയാൾ ഒളിവിൽ കഴിയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 3ാം പരാതി വരുമ്പോൾ ഏറ്റവും രഹസ്യമായി അതിന്റെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അടക്കം പോലും കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിക്കുന്ന വിവരങ്ങളുണ്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുലിനെ അഴിക്കുള്ളിലാക്കാൻ സഹായിക്കുന്ന നിലയിൽ പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം കൂടിയാണ് അന്വേഷണ സംഘം അവിടേക്ക് എത്തുന്നതും അതീവ രഹസ്യമായി രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അല്ലേ സച്ചിൻ? അത് തീർച്ചയായും. കാരണം ഇന്നലെ തന്നെ, അതായത് അന്വേഷണ സംഘം കൃത്യമായ രീതിയിൽ പാലക്കാട്, അതായത് രാഹുൽ താമസിക്കുന്ന ഹോട്ടൽ കേന്ദ്രീകരിച്ച് ഇന്നലെ വൈകിട്ടോടുകൂടെ തന്നെ അന്വേഷണ സംഘത്തിന്റെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓരോ നീക്കങ്ങളും അന്വേഷണ സംഘം കൃത്യമായി നിരീക്ഷിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും ഈ ദൃശ്യങ്ങളിലൂടെയും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 2002 KPM റീജൻസിയിലെ 2002 എന്ന മുറിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മെനഞ്ഞാന്ന് എത്തിയതിനു ശേഷം താമസിക്കുന്നത്. ഇന്നലെ പാലക്കാട് നഗരത്തിലെ, അതായത് നൂറണി ഗ്രാമത്തിലെ ക്ഷേത്രത്തിലെ പരിപാടികളിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം MLA ഓഫീസിലും രാത്രിയോടുകൂടെ ഈ 2002 മുറിയിലേക്കും രാഹുൽ എത്തുകയായിരുന്നു. ആ സമയത്തെല്ലാം കൃത്യമായ രീതിയിൽ മഫ്തിയിലടക്കം അന്വേഷണ സംഘം പുറത്തും അതേപോലെ തന്നെ മറ്റ് കേന്ദ്രങ്ങളിലെല്ലാം രാഹുലിനെ നിരീക്ഷിക്കാൻ വേണ്ടി നിയോഗിച്ചിരുന്നു. അവരെല്ലാം കൃത്യമായ രീതിയിൽ രാഹുലിനെ നിരീക്ഷിക്കുകയും രാത്രി 12 മണിയോടുകൂടെ അന്വേഷണ സംഘം ഹോട്ടലിലേക്ക് പ്രവേശിക്കുകയും 12:15 രാഹുലിന്റെ മുറിയിൽ എത്തുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 15 മിനിറ്റിനുള്ളിൽ തന്നെ രാഹുലിനെ ഹോട്ടലിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്നു. യാതൊരു വിവരങ്ങളും പുറത്ത് പോകാതിരിക്കാൻ ഹോട്ടൽ ജീവനക്കാരുടെ മൊബൈൽ ഫോൺ അടക്കം പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. പോലീസ് വാങ്ങിവെച്ചതിന് ശേഷമാണ്, റിസപ്ഷനിലെ ജീവനക്കാരുടെ ഫോണുകൾ പോലീസ് വാങ്ങിവെച്ചതിന് ശേഷമാണ് രാഹുലിന്റെ മുറിയിലേക്ക് അടക്കം കടക്കുന്നത്. അതിനാൽ തന്നെ മുൻപടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ പിടികൂടാൻ വേണ്ടി പല പ്രാവശ്യം ഒളിയിൽ കഴിയുമ്പോൾ അടക്കം അന്വേഷണ സംഘം എത്തുമ്പോൾ പോലും രാഹുൽ തലനാരിഴക്ക് രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായ രീതിയിൽ അന്വേഷണ സംഘത്തിനും ഒരു സംശയങ്ങൾ ഉണ്ടായിരുന്നു, വിവരങ്ങൾ ചോരുന്നുണ്ട് എന്ന കാര്യം. അതിനാൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം അതീവ രഹസ്യമായ രീതിയിൽ പഴുതടച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്ന് പുലർച്ചെ 12:30 പിടികൂടി പാലക്കാട് നിന്നും പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുന്നത്. പാലക്കാട്ടെ രാഹുലിന്റെ ജീവനക്കാരും അതേപോലെ തന്നെ പാലക്കാട് രാഹുലിനോട് അടുപ്പം പുലർത്തുന്ന കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ആളുകൾ അടക്കം രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത വിവരം അറിയുന്നത് പാലക്കാട് ജില്ല വിട്ട് തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചപ്പോഴാണ്. അപ്പോൾ മാത്രമാണ് മാധ്യമപ്രവർത്തകർ അടക്കം ഈ വിവരം അറിയുന്നത്. പഴുതടച്ച രീതിയിൽ തന്നെയായിരുന്നു രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. വലിയ രീതിയിലുള്ള പീഡനാരോപണങ്ങളും അതേപോലെ തന്നെ സാമ്പത്തിക ചൂഷണവും ചെയ്തു എന്ന പരാതിയിൽ, അതായത് 3ാമത്തെ പരാതിയിലാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ അറസ്റ്റാണ് ഏറ്റവും കൃത്യമായ രീതിയിൽ പഴുതടച്ച രീതിയിൽ അതീവ രഹസ്യമായി അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. രാഹുലിനെ അതിവിദഗ്ധമായി പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നും പൊക്കുകയായിരുന്നു. കൃത്യമായ രീതിയിൽ പാലക്കാട് ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രാഹുലിനെ പിടികൂടിയത്. യാതൊരു വിവരങ്ങളും പുറത്തു ചോരാതിരിക്കാൻ കൃത്യമായ രീതിയിൽ തന്നെ രാഹുലിനെ പിടികൂടി പത്തനംതിട്ടയിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്നാണ് പത്തനംതിട്ടയിൽ എത്തിച്ചതിന് ശേഷം അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തുന്നത്. വലിയ രീതിയിലുള്ള പീഡനാരോപണങ്ങളാണ് 3ാമത്തെ പരാതിയിലും രാഹുലിനെതിരെ വന്നിട്ടുള്ളത്. എല്ലാ പീഡനങ്ങളും ഒരേ സമാനമായ രീതിയിൽ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ സ്നേഹം നടിച്ച് ബന്ധം സ്ഥാപിക്കുന്നു, പിന്നീട് ആ ബന്ധം ലൈംഗിക ബന്ധത്തിലേക്ക് മാറുന്നു, ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു, അത്തരത്തിൽ ഭീഷണിപ്പെടുത്തുക, കൊലപ്പെടുത്തുമെന്ന് പറയുക, അത്തരത്തിലുള്ള ഒരു ഭീഷണിയാണ് കഴിഞ്ഞ 2 അതിജീവിതകളുടെ പരാതിയിലും ഉണ്ടായിരുന്നത്. അതേ സാഹചര്യം തന്നെയാണ് 3ാമത്തെ അതിജീവിതയുടെയും പരാതിയിൽ ഉള്ളത്. എന്നാൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ചൂഷണം യുവതിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചു എന്നും ഈ 3ാമത്തെ സ്ത്രീയുടെ പരാതിയിൽ പറയുന്നുണ്ട്. അതിനാൽ തന്നെ കർശനമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തി രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അസിത.